ഇറാന്റെ ആണവ പദ്ധതികൾ തങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളും റിയാക്ടറുകളുമൊക്കെ ആക്രമിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ചില രാജ്യങ്ങൾ ആണവ ശക്തിയായി മാറിയാൽ അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുൻപും ചില ഭരണാധികാരികൾ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം തന്നെയാണ് പറഞ്ഞു വരുന്നത്. 1980കളിൽ പാകിസ്ഥാനെ ഒരു ആണവ ശക്തിയായി മാറാൻ അനുവദിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു ചരിത്രപരമായ മണ്ടത്തരം ചെയ്തുവെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ആരോപിച്ചു. പാകിസ്ഥാനിലെ കഹൂട്ട കേന്ദ്രത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനം റോയിൽ നിന്നുള്ള ഇന്റലിജൻസ് അന്ന് സ്ഥിരീകരിച്ചിരുന്നെന്നും ഇസ്രായേൽ ഇന്റലിജൻസ് സംയുക്ത ആക്രമണ ആസൂത്രണം ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങൾക്കും പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നതായും അദ്ദേഹം പറയുന്നു. അസം മുഖ്യമന്ത്രി പറയുന്ന ഈ കഥ യഥാർത്ഥത്തിൽ പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. അതിൽ ചിലപ്പോൾ സത്യമുണ്ടായിരിക്കാം, എന്നാലും പലപ്പോഴും അത് അവ്യക്തമായ ചില കാര്യങ്ങൾ കൊണ്ട് അധികം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതും സത്യമാണ്. പാകിസ്ഥാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണത്തിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യം അനുമതി നൽകിയെങ്കിലും ആഗോള പ്രത്യാഘാതങ്ങൾ ഭയന്ന് ആ ഓപ്പറേഷൻ പിൻവലിച്ചു. പിന്നീട് വിദേശ സമ്മർദ്ദത്തിന് വഴങ്ങി ചില നയതന്ത്ര പ്രവർത്തനങ്ങൾക്ക് ഫലമായി രാജീവ് ഗാന്ധിയും ആ പദ്ധതി ഉപേക്ഷിച്ചു. പാകിസ്ഥാന്റെ കഹൂട്ടയെക്കുറിച്ച് 1970കളുടെ അവസാനത്തിൽ അന്നത്തെ സൈനിക ഭരണാധികാരി ജനറൽ സിയ ഉൾ ഹക്കിന്റെ കീഴിൽ റാവൽപിണ്ടിക്കടുത്തുള്ള കഹൂട്ടയിൽ പാകിസ്ഥാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. 1971 യുദ്ധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോയുടെ കീഴിൽ ഇന്ത്യയോട് നേരിട്ട അപമാനകരമായ തോൽവിക്ക് ശേഷം പാകിസ്ഥാൻ ആണവ പരിപാടി ആരംഭിക്കാൻ തീരുമാനിച്ചു. ആണവായുധ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും യുറേനിയം സമ്പുഷ്ടീകരണ സെൻട്രിഫ്യൂജുകൾക്കായി അവർ കഹൂത്തയെ തെരഞ്ഞെടുത്തു. പ്രധാന പങ്ക് വഹിച്ചത് AQ ഖാനാണ്. ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ കഹൂട്ടയുടെ പങ്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആൻഡ് AW സ്ഥിരീകരിച്ചു. 1980കളുടെ തുടക്കത്തിലായിരുന്നു അത്. എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ ഇസ്രായേൽ സംയുക്ത പ്രവർത്തനം? പാകിസ്ഥാന്റെ ആണവ താൽപര്യങ്ങളെക്കുറിച്ച് ഇസ്രായേൽ മനസ്സിലാക്കുകയും കഹൂട്ട ആണവ കേന്ദ്രം നശിപ്പിക്കുന്നതിന് സംയുക്ത വ്യോമാക്രമണം നടത്തുന്നതിനുള്ള നിർദ്ദേശം ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനായി ഇസ്രായേൽ തങ്ങളുടെ F-15, F-16 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് പറത്തുകയും ഗുജറാത്തിലെ ജാംനഗറിലും ജമ്മു കാശ്മീരിലെ ഉധംപൂരിലുമുള്ള ഇന്ത്യൻ വ്യോമതാവളങ്ങൾ എയർബേസായി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗ്വാർ ഡീപ് സ്ട്രൈക്ക് ജെറ്റുകൾ ഈ ദൗത്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ വാഗ്ദാനം ഇന്ത്യക്ക് നൽകിയത്? പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുള്ള ലിബിയ, ഇറാൻ തുടങ്ങിയ ശത്രു രാജ്യങ്ങളുടെ കൈകളിലേക്ക് ആണവായുധം എത്തുമെന്ന ഭയത്തെ തുടർന്നാണ് പാകിസ്ഥാന്റെ കഹൂട്ട ആണവ കേന്ദ്രം നശിപ്പിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ വാഗ്ദാനം ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാഷം ബെഗിൻ 1979 UK പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറിന് പോലും പാകിസ്ഥാന്റെ ഈ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ റദ്ദാക്കിയത്? റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇസ്രായേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആഭ്യന്തരവും ഭൗമരാഷ്ട്രീയവുമായ ചില കാരണങ്ങളാൽ, പ്രത്യേകിച്ച് ഭിന്ദ്രൻവാലയുടെ കീഴിൽ പഞ്ചാബിലെ ഖാലിസ്ഥാൻ പ്രസ്ഥാനം പോലുള്ള ചില ആഭ്യന്തര വെല്ലുവിളികൾ ഇന്ത്യക്കുള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഒടുവിൽ റദ്ദാക്കുകയായിരുന്നു ഉണ്ടായത്. മാത്രമല്ല, നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന പാകിസ്ഥാന്റെ ഒരു പ്രതികാര ഭീഷണിയും ഈ ദൗത്യം റദ്ദാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു ഘടകമായിരുന്നു. 1998 മെയ് മാസത്തിൽ എന്താണ് സംഭവിച്ചത്? 1998 മെയ് മാസത്തിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചഗായ് കുന്നുകളിൽ 5 ആണവ പരീക്ഷണങ്ങൾ നടത്തിയതോടെ പാകിസ്ഥാനും ഒരു ആണവ ശക്തിയായി.
ഇത് ഇന്ത്യ അതിനു മുൻപുള്ള ദിവസങ്ങളിൽ നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ മറുപടി എന്നോണമാണ് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയത്. ബെഞ്ചമിൻ നെതന്യാഹു അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണ പദ്ധതിയുടെ രഹസ്യനാമായ പ്രോജക്റ്റ് 706 പ്രകാരം പാകിസ്ഥാൻ അവരുടെ ആണവ അജണ്ടയിൽ വളരെ വേഗം പ്രവർത്തിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 1974 മെയ് മാസത്തിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം 74-ൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയാണ് പ്രോജക്റ്റ് 706 ആരംഭിച്ചത്. ഇതിന്റെ പിന്നിൽ വേറെയും ചില അണിയറ കഥകളുണ്ട്. 1974-ൽ ഇന്ത്യ പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് രോഷമടക്കാനായില്ല. അതോടൊപ്പം നിരാശയും. അന്ന് അയാൾ പറഞ്ഞത് പുല്ല് തിന്നിട്ടാണെങ്കിലും ഞങ്ങൾ അണുബോംബ് നിർമ്മിച്ചിരിക്കും എന്നാണ്. പക്ഷെ ആ പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ യാഥാർത്ഥ്യമാക്കി. 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ അഭിമാനകരമായ വിജയം, സത്യസന്ധമായി പറഞ്ഞാൽ അഭിമാനകരമായ വിജയം തന്നെയാണ്. എന്നാൽ ആ യുദ്ധത്തിന്റെ വീരകഥകളിലും വീരഗാഥകളിലുമൊക്കെ അഭിമാനിച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ന് ഇസ്രായേൽ ഇറാനിൽ ചെയ്തതുപോലെ പാകിസ്ഥാന്റെ ആണവായുധ വികസനത്തെ തടയാൻ ഒരു ശ്രമവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാൻ അണുബോംബ് നിർമ്മിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ സൈനിക മേൽക്കൈ നഷ്ടമായി. ഇന്ത്യ ഒരു വമ്പൻ രാഷ്ട്രമാണ്. പക്ഷെ ആ വമ്പൻ രാഷ്ട്രത്തെയും വിരട്ടാനും വിറപ്പിക്കാനും അല്ലെങ്കിൽ ആയുധപരമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പരസ്പരം ആക്രമിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു പ്രവൃത്തിയാണ് പാകിസ്ഥാന്റെ ഈ ആണവ വികസനത്തിലൂടെ അവർ നേടിയത്. പാകിസ്ഥാൻ അണുബോംബിന്റെ പിതാവായ AQ ഖാൻ ഉത്തര കൊറിയയ്ക്കും ഇറാനും ഈ ടെക്നോളജി കൈമാറിയതായി പറയപ്പെടുന്നു. AQ ഖാനെ പാകിസ്ഥാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിൽ പാർപ്പിച്ചുവെങ്കിലും അപ്പോഴേക്കും കൊറിയൻ ഡിറ്റക്ടർ അവിടെ ബോംബ് വികസിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശരിക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ത്യക്ക് ഏറ്റവും അധികം തലവേദനയായിരുന്ന ഒരു വിഘടനവാദം ഖാലിസ്ഥാനിലായിരുന്നു. അന്ന് കാശ്മീർ ഒരുപക്ഷെ ശാന്തമായിരുന്നു എന്ന് പറയുന്നതാകും ശരി. എന്നാൽ ആണവശക്തിയായി പാകിസ്ഥാൻ മാറിയതിന് ശേഷമാണ് ഈ കാശ്മീർ ഇത്രയും ഭീകരതയുടെ പിടിയിലമർന്നത്. അനവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായത് അത് പാകിസ്ഥാന്റെ കോൺഫിഡൻസ് കൊണ്ടാണ്. കാരണം അവരൊരു ആണവശക്തി ആയതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യ സൈനികമായി പകരം വീട്ടില്ല എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. എന്തായാലും നരേന്ദ്രമോദിയെ ഒരു കാര്യത്തിൽ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ഇത്തരം ആണവ വിരട്ടലുകൾ കൊണ്ട് ഞങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട് എന്ന് വിരട്ടലുകൾ കൊണ്ട് കാലങ്ങളോളം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വലിയ വീരശൂരനെന്ന് അഹങ്കരിച്ചിരുന്ന പാകിസ്ഥാന്റെ മണ്ടക്കെട്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുക്കാൻ, യാതൊരു ഭയവും ഇല്ലാതെയുള്ള സൈനിക നീക്കത്തിലൂടെ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതിലൂടെ ഇന്ത്യ നേടിയ ലക്ഷ്യം വളരെ വലുതാണ്. കാരണം ഇനി ആണവ ഭീഷണികൾ വിലപ്പോയില്ല എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പാകിസ്ഥാന് കൊടുത്തത്. യാതൊരു ഭയവും കൂടാതെ ഒരു ആണവ രാജ്യത്തെ മറ്റൊരു ആണവ രാജ്യം അടിക്കുന്നത് ലോകത്ത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന് ശ്രമിച്ചത് ഇന്ത്യ തന്നെയാണ്. ആ ധൈര്യത്തെ, നമ്മുടെ സൈന്യത്തിന്റെ ആ ധൈര്യത്തെ അകമഴിഞ്ഞ് അഭിനന്ദിച്ചേ മതിയാകൂ എന്നതാണ് സത്യം.